എല്ലാരും കൊള്ളാം. ഇവിടെ ഷെയ്മോളെ മാത്രം കാണില്ല. ഷെയ്മോളെ ഇവിടെ നാളെ നമുക്ക് ഇവിടെ ഈദാണ് കേട്ടോ. ഈദൊന്ന് കളറാക്കാൻ വേണ്ടിട്ട് ഒത്തുകൂടിയതാണ് നമ്മളെല്ലാവരും. ഫ്രണ്ട്സും ഫാമിലി ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഒരു പാർക്കിലാണ് നമ്മൾ പരിപാടി സെറ്റ് ചെയ്യുന്നത്. മെയിൻ പരിപാടി തീറ്റും പരദൂഷണം കഴിക്കാനും. സോ അതിനുള്ള കുറയ്ക്കുള്ള സാധനം വാങ്ങാൻ പോയതാണ് മൂത്തച്ചി. ലെബിന്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് ദൂരേ ഉള്ളൂ കേട്ടോ പാർക്കിക്ക്. പൊതുവേ ഇവിടെ തന്നെയാണ് നമ്മൾ എല്ലാ പ്രോഗ്രാംസും സെറ്റ് ചെയ്യല്. പുരപ്പറമ്പ് പോയ പോലെയാണ് ഇവിടെ കാണാറെങ്കിലും ഇന്നെന്തോ ഈദായിട്ടാണ് തോന്നുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ മൈലാഞ്ചിട്ട് കൂടി തോന്നുന്നു. നമ്മളെപ്പോലെ ആരും പാർക്കിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ആരുമില്ല, കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ. നല്ല ക്ലൈമറ്റ് ഉണ്ട്, നല്ല ശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷം. ഒരു ചെറിയ കാറ്റിങ്ങനെ വന്ന് പോകണോണ്ട് തന്നെ ചൂട് അധികം ഫീൽ ചെയ്യണില്ല കേട്ടോ. ഇതാണ് പാർക്കിന്റെ വ്യൂ. കണ്ടോ, അധികം ആരുമില്ലല്ലോ, എല്ലാം ഒഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഒറ്റയും തെറ്റിയൊക്കെ ആയിട്ട് അവിടെ ഇവിടേക്ക് ആൾക്കാരുള്ളൂ. നമ്മൾ ടീമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടോ. അടുത്തുള്ളവരാണല്ലോ എപ്പോഴും നേരം വൈകി വരാന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമഡി ആയിരുന്നു അവിടെ നടന്നു കൊടുക്കണം. ഞങ്ങളവിടെ കൊണ്ടുവന്നാക്കി ചിക്കന്മാരൊക്കെ ഓരോ വഴിക്ക് പോയിട്ടുണ്ട്. പോലെ പെരുന്നാൾ ആഘോഷ കമ്പനിയിലാണ്. അവിടെ ബാച്ചിലേഴ്സ് എല്ലാവരും കൂടെ കൂടി ആടിനെ ഇറക്കലും ലിവർ ഉണ്ടാക്കലും ലൈക്ക് അങ്ങനത്തെ ഓരോ ആഘോഷങ്ങളാട്ടോ. അതൊക്കെ ഒന്നും നമ്മളെ കൂട്ടിയിട്ടില്ല. നമുക്ക് തന്നെയാണ് സൗകര്യം. അതുകൊണ്ട് തന്നെ പെരുന്നാൾ രാത്രി ആണുങ്ങൾ വേറെയും പെണ്ണുങ്ങൾ വേറെയും കേട്ടോ ആഘോഷം. റഹീനത്ത് വന്നപ്പോൾ നല്ലൊരു അടിപൊളി വലിയൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേക്ക് മുറിക്കാനുള്ള ഒരു അനൗൺസ്മെന്റ് കിട്ടിയതുകൊണ്ടാണ് മക്കളെല്ലാവരും ഓടി വന്നത് കേട്ടോ. അല്ലെങ്കിൽ എത്ര വിളിച്ചാലും അവർ വരൂല. എത്ര ഈ പാർക്കിൽ വന്നാലും അവർക്കത് മതിയാവലില്ല. എല്ലാവരും പാടെ കൂടുമ്പോൾ എന്ത് നല്ല ആഘോഷം അറിയോ. പിന്നെ കേക്ക് എപ്പോഴും നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്പോഴത്തെ കോമണുമാണ്. എല്ലാവർക്കും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു കേക്ക് അത് നിർബന്ധമാണ്. അതുപോലുള്ളൊരു കാര്യമാണ് കേക്ക് മുറിക്കുക എന്നുള്ളത്. മക്കൾക്ക് അത് കഴിക്കണേക്കാളും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യല്. അതുകൊണ്ടാണ് കേട്ടോ നമ്മളെപ്പോഴും ഇങ്ങനെ കേക്ക് ഒക്കെ വാങ്ങി പ്രോത്സാഹിപ്പിക്കുന്നതും. ഓരോ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം. ക്യാമറയും പിടിച്ചോണ്ട് നിൽക്കണോണ്ട് തന്നെ എനിക്കവിടെ കുനിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കയ്യിൽ നീട്ടി നിൽക്കുന്നത്. ഒന്ന് തരുമോ ആരെങ്കിലും ഒന്ന് വെച്ചിട്ട്. എല്ലാവരും ഇവിടെ കേക്ക് കഴിച്ചിരിക്കുമ്പോൾ അതിലൊരാളെ മാത്രം കമ്മിയുണ്ട് കേട്ടോ. യാമിമോള് ഓക്കുള്ളൊരു പീസ് എടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ്. പക്ഷേങ്കിൽ കേക്ക് തിന്നാൻ വിളിച്ചിട്ടൊന്നും ഓള് വരുന്നില്ല. ഒക്കെ പാർക്ക് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജബക്കുട്ടി ഇതാക്കണ കേക്കിട്ട് പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ഒക്കെ കേക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് ഓള് കളിക്കാൻ വേണ്ടി ഓടി. മുറിച്ച കേക്കിനെ വീണ്ടും കട്ട് ചെയ്തും കൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുകയാണ് സൂമി. പിള്ളേർ കേക്കും കഴിച്ച് പാർക്കൊക്കെ ഓടിപ്പോയിട്ടോ. നമ്മൾ മൈലാഞ്ചി പരിപാടി തുടങ്ങിയാണ്. ഞങ്ങളെല്ലാവരും അക്ഷമരായിട്ട് കാത്തു നിൽക്കുക കേട്ടോ. കാലം മാറിയല്ലോ, അതിനനുസരിച്ച് നമ്മളും മാറി. ചെറിയ കുട്ടിയോട് അങ്ങനെ വകഭേദമില്ലാതെ എല്ലാവരും ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാണ് മൈലാഞ്ചി ഇടുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചാലും നമ്മളൊരു മൈലാഞ്ചി രാവിന്റെ വൈബ് കിട്ടൂല എന്നുള്ളതാണ്. പക്ഷെങ്കിലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സ്റ്റിക്കർ ഒട്ടിച്ചാലും ഇല്ലെങ്കിലും മൈലാഞ്ചി വൈബ് ഒരു വൈബ് തന്നെയാണ്. അത് ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തിമിർത്തു. ഇത് മൈലാഞ്ചി ഇടാൻ അറിയിച്ചാൽ അയ്യോ എനിക്കറിയില്ല എന്നല്ല പറയാം. ഇവിടെ ആരും മൈലാഞ്ചി ഇടാൻ അറിയുമെന്ന് ചോദിച്ചാലും യെസ് ഞാൻ ചെയ്തോളാം വരും. കൈ കൊണ്ട് കട്ടുകൊണ്ട് മെയിൻ ആവാൻ കേട്ടോ. കാരണം എന്താ, ഡിസൈനൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ. ഈ വരും നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് എന്താ പരിപാടി നോക്കാം. ഒരു നല്ല ആഘോഷത്തിലാണ് കേട്ടോ. ഇങ്ങനെ പാർക്കിൽ കൂടിന് ഇങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. നമ്മളമ്മമാർക്ക് കട സൊറ പറഞ്ഞിരിക്കുക, മക്കൾസ് ഇവിടെ കളിച്ചോളും, നോ ടെൻഷൻ നോ പേടി. മൈലാഞ്ചി ഇട്ട് ഫുള്ള് തീർന്നു പോയി. റീസ്റ്റോക്ക് ചെയ്യാൻ വന്നതാണ് ദിലു. പണ്ടത്തെ പോലെ അല്ല കേട്ടോ. ദിലുവിനിപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല VIP ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കല്. കാര്യം എന്താ അറിയോ, ഓന് ഡ്രൈവിംഗ് ഒക്കെ സെറ്റായി ഓന് വണ്ടിക്ക് എടുത്ത് പുറത്തു പോലെ തുടങ്ങി കേട്ടോ. ഇവിടെ പിന്നെ നാട്ടിലത്തെ പോലെ 18 ആവണ്ടല്ലോ. ഈതായിട്ട് എന്താ പരിപാടി എന്ന് വെച്ചപ്പോൾ കമ്പനി പോകണം, ഫുഡ് അടിക്കണം, കടന്നുറങ്ങണം. സെയിം ഞങ്ങളെല്ലാവരും അത് തന്നെയാണ്. റഹീനത്ത് വല്ല ഷെയ്മോളെ പൊക്കിയിട്ടുണ്ട് കേട്ടോ മൈലാഞ്ചി ഇടാൻ. ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന മൈലാഞ്ചി കേട്ടോ. അത് എത്രയായാലും മൈലാഞ്ചിക്ക് നാട്ടിൽ നമ്മൾ അലീനെ സിംഗോ കിട്ടിയാലുള്ളൂ ഞങ്ങൾക്കൊരു സംതൃപ്തി കിട്ടുക കേട്ടോ. അതൊക്കെ ഇപ്പോഴാണ് കേട്ടോ. പണ്ടങ്ങനൊന്നും അല്ലേന്നു. ഇവിടുന്ന് കൊണ്ടുവരുന്ന ആ റാണിക്കോണും കൊതിച്ച് കുറെ കാലം കാത്തുനിന്നിട്ടുണ്ട്. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ വെച്ചാന്നാണല്ലോ. ഞങ്ങൾ നീച്ചു പോണ കാണാനിലേക്ക് ഒരു ലൈറ്റ് ഒക്കെ ഓഫാക്കി ഞങ്ങൾ തുരത്താൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ. ഹസ്ബൻഡുമാർ ഓരോന്നോരോന്നായി വരാൻ തുടങ്ങി. നാളെ 5 മണിക്കാണ് പെരുന്നാപ്പള്ളി. അതുകൊണ്ട് ഉറങ്ങില്ലെങ്കിൽ പ്രശ്നമാണെന്നും പറഞ്ഞ് വിളിച്ചുണ്ടാവാൻ തുടങ്ങിട്ടോ. എല്ലാവരും പോയി. ലാസ്റ്റ് ഞാനും ലബിയും ബീവിയും മാത്രമായിട്ടോ. ഞങ്ങൾ ഹസ്ബൻഡ്സിനൊന്നും പോരാ ഒരു കൂട്ടുണ്ടായില്ല. ലാസ്റ്റ് ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോരിയിരുന്നു. സാധു സൂമി ഫോട്ടോ എടുക്കണം കണ്ട് പൂതിയായിട്ട് ഫോട്ടോക്ക് യാമി പോസ് ചെയ്യാൻ തുടങ്ങി. എന്നാ ശരി ഞങ്ങൾ പോയിട്ടോ. ഈദ് മുബാറക്ക്. ഓക്കെ 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 എല്ലാവർക്കും യെസ്. അങ്ങനെ ഏകദേശം 4 മണിയോടെ എടുത്തപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. എനിക്ക് ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. നമ്മളെ കുഞ്ഞിപ്പണിന് മൈലാഞ്ചി ഇട്ടുകൊടുത്തിട്ടില്ല. സോ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ മൈലാഞ്ചിയും കൂടി ഇട്ടുകൊടുക്കട്ടെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ബൈ ബൈ. നെക്സ്റ്റ് വ്ലോഗ് നാളെ വരും.